ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുണ്ട്, വെയിലുണ്ടായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു മഴയായിരുന്നു കേട്ടോ. വേനൽക്കാലം വരുമ്പോൾ വെള്ളത്തിന്റെ ഒരു കുറവ് മാത്രമാണ് നമുക്ക് തോന്നുള്ളൂ. വെള്ളമില്ല കുടിക്കാൻ, അങ്ങനെ കുറവ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും മഴക്കാലം വരുമ്പോൾ നമുക്ക് പേടിയാണ് വരുന്നത്. 2018 ശേഷം മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ പല പ്രകൃതി ദുരന്തങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത് കേട്ടോ. മഴക്കാലം വരുമ്പോൾ തന്നെ മനസ്സിൽ പേടിയും വരും. മഴ വരുന്നതിന് മുമ്പേ പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങും. എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. 2018 ശേഷം നമുക്ക് ഉണ്ടാവുന്ന മാറ്റം എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ മഴക്കാലം വേനൽക്കാലം ഒക്കെ പ്രകൃതിയുടെ പ്രതിഭാസമാണ് എന്നിരിക്കെ നമുക്കതൊക്കെ ഉൾക്കൊള്ളാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയണം. പക്ഷെ പിന്നെ മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ മഴയാണ്, മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യ. പഴയ ഇലക്കളിരുകളെല്ലാം മഴയുടെ തണുപ്പ് തട്ടിയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. മഴത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിട്ട് വീഴുന്നുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ചുറ്റും മഴയാണ് ഫുള്ള്. മഴത്തിന്റെ ആ കോള് ഫുള്ള് ഇലയിലൊക്കെ ഒന്ന് തട്ടി തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഞാനതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുക്കുന്നത് എന്തുകൊണ്ടാ അറിയോ? ചില നേരത്തെ രാവിലെ കിളികളുടെ ശബ്ദത്തിന്റെ കൂടെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മള് വീഡിയോ എടുത്തപ്പോൾ എനിക്കത് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തോന്നിയത്. അപ്പൊ രാവിലെ ഒരു 6:30 ഒക്കെ സമയമായിട്ടുണ്ട് കേട്ടോ. നേരെ പുലരണേ ഉള്ളൂ കേട്ടോ, അധികം ഒന്നും ആയിട്ടില്ല. ആ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ മഴയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നമുക്ക് മഴ പെയ്ത് തോരുന്ന സമയത്തടക്കം ഇപ്പൊ തോരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കില്ല, എവിടെ തോരുന്നു. ഏകദേശം ഒരു ദിവസം അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആ ഒരു സമയത്താവും തോരലൊക്കെ ഉണ്ടാവുക. പക്ഷെ എന്നാലും ഭയങ്കര രസാണ് കാണാൻ. പേടിയും ഉണ്ട് കേട്ടോ, ഇനി എന്തൊക്കെയാ ഉണ്ടാവണേ പഠിച്ചോനീ എന്നുള്ള തോന്നലാണ്. ചായ കുടിക്കാൻ ഞാൻ തന്നെ വീട്ടുണ്ടാക്കിയതൊക്കെ ഉണക്കലരിപ്പിട്ട തോന്നുന്നു. ഉണക്കലരിപ്പിട്ടുണ്ട്, ബീഫ് കറി, ഉണക്കലരി പുട്ടും ബീഫ് കറി. പാത്രം ജസ്റ്റ് കേൾക്കട്ടെ കേട്ടോ. ഇത്ര മതി പീസ്. ഇത് ചെക്കൻ കരിയിലാണ്, അതൊക്കെ മതി. ബേബിയാ എൻ്റെ കുട്ടികളെ ഇടാ. അധികമൊന്നും വേണ്ട കേട്ടോ, അധികം കഴിക്കാൻ പറ്റില്ല. താത്ത എടുക്കാലമ്മ കുട്ടീനെ. താത്ത പോവല്ലേ പൊന്നെ, താത്ത ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കരയുന്നത്. ഓക്കെ, അത്ര ഉള്ളൂ കളി. ജസ്റ്റ് പപ്പടം ഇതിൽ പൊട്ടിപ്പൊടി പൊടിമാറി ചേർക്കും. പപ്പടമായി. ഒരു ചായ വേണ്ടേ? ചായ എടുക്കട്ടെ. അതിലെന്തോ ബൂസ്റ്റിൻ്റെ ലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് ചായയായി. ഞാൻ ചായ ജസ്റ്റ് കുടിച്ചോട്ടെ. മധുരമുണ്ട്. മഴ വണ്ടിയുണ്ട് അവിടെ, പിന്നെ വണ്ടിയുണ്ട് അവിടെ. അങ്ങനെ വർഷക്കാലം ആഗതമായിരിക്കുന്നു. സാധാരണ മഴക്കാലം വരുന്നത് നമ്മൾ സ്കൂളൊക്കെ തുറന്ന് സ്റ്റാർട്ടാകുമ്പോൾ June 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന സ്കൂൾ കാലഘട്ടം മഴക്കാലമൊക്കെ ഒപ്പമാണ് അല്ലേ. പക്ഷേ ഇതാ മെയ് മാസം ലാസ്റ്റ് എത്തിയപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും സേഫായിട്ട് ഇരിക്കുക. താങ്ക് യു.